അച്ഛൻ. അച്ഛാ, അച്ഛാ, അച്ഛൻ എപ്പോ വന്നു? ഉച്ചയ്ക്ക് മുമ്പ് എത്തിയോളെ. നിങ്ങൾ എന്തിനാ ഓടിയേ? വിവരം അറിയണ്ടേ? പിറ്റേ ദിവസം വരാന്ന് പറഞ്ഞു പോയതല്ലേ അച്ഛൻ. ഇപ്പൊ ദിവസം എത്രയായി? എവിടെയായിരുന്നു അച്ഛാ? അതൊക്കെ വലിയ കഥയാ. ഒറ്റ വാചകത്തിലൊന്നും പറഞ്ഞാൽ തീരില്ല. അച്ഛൻ എല്ലാം കഥയാണല്ലോ. എന്നിട്ട് എറണാകുളത്ത് പോയാൽ അത് പൂർത്തിയായോ? ആ, ഒരുവിധം. കൊണ്ടുവന്നു അച്ഛാ? എന്തു കൊണ്ടുവന്നു? ചുമ്മാ കളിക്കല്ലേ അച്ഛാ. അച്ഛൻ ആരെ കൊണ്ടുവരാനാ പോയേ? ഓ, അത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അച്ഛാ, അച്ഛന്റെ മൂത്ത മോളുടെ കാര്യ ചോദിച്ചത്. അത് തന്നെയാണ് ഞാനും പറഞ്ഞത്. നേരോ? എവിടെ അച്ഛാ? അകത്തുണ്ട്. യാത്രാക്ഷീണം കാരണം കിടന്നുറങ്ങാ. വിളിച്ചുണർത്തരുത്. ആദ്യം ഞങ്ങളൊന്ന് കാണട്ടെ. നിക്ക്. കാണാൻ എങ്ങനെയുണ്ട് അച്ഛാ? സുന്ദരിയാണോ? നിങ്ങൾ കാണാൻ പോവല്ലേ? ഇനിയിപ്പോ എന്തിനാ പറയണേ? അച്ഛാ, നല്ല ഉറക്ക അച്ഛാ. വാടവിടെ. നീ എന്താടാ വൈകിയേ? അവൻ റോഡിൽ ചന്തപ്പിള്ളാരുടെ കൂടെ കളിക്കാൻ നിന്നതാ അച്ഛാ. അല്ല അച്ഛാ, ഞാൻ പതിയെ നടന്നേ. അല്ലെങ്കിലും ഇവരുടെ സ്കൂളിലല്ലല്ലോ ഞാൻ. എടാ, നിന്നെ ഇവരെക്കാലം 1/2 മണിക്കൂർ മുമ്പല്ലേ വിടുന്നേ? 1/2 മണിക്കൂറൊന്നും ഇല്ല അച്ഛാ, 5-10 മിനിറ്റ്. അച്ഛൻ എപ്പോഴാ വന്നേ? ഞാൻ രാവിലെ 10 മണിയെ കഴിഞ്ഞപ്പോ എത്തി. അച്ഛൻ ഉദ്ദേശിച്ച ആളെ കണ്ടോ? കണ്ടു. കൂട്ടിക്കൊണ്ട് വന്നോ? ഇല്ല. എന്താ? നേരാണോ കുഞ്ഞേച്ചി? കൊണ്ടുവന്നിട്ടുണ്ടടാ. അച്ഛൻ ചുമ്മാ പറയുക. എവിടെ? നല്ല ഉറക്കുക. വാ, കാണിച്ചു തരാം. മിണ്ടല്ലേ. നിങ്ങളെന്താ എവിടെ നോ? നിങ്ങളിവിടെ എന്ത് ചെയ്യാ പിള്ളേരെ? ആ കൊച്ചവിടെ കിടന്ന് ഉറങ്ങട്ടെ എന്ന് പറഞ്ഞിട്ട് അയ്യോ, ഞാൻ ഓർത്തില്ല കേട്ടോ. പിള്ളേർ സ്കൂൾ വിട്ട് വന്നിട്ട് ഉറങ്ങുന്നോ നോക്കി ഇവിടെ നിൽക്കുമായിരുന്നു. അവരെ വഴക്കു പറഞ്ഞതാ. കിടന്നോ.
ഇങ്ങ് വാ. വാ. ഇവിടെ ഇരിക്കെ. എന്താ നോക്കുന്നേ? ഹായ്, നല്ല വെളുപ്പ്. ഇതെങ്ങനെ ഇത്രയും കളർ കിട്ടിയേ? ജനിച്ചപ്പോഴേ ഉള്ളതാണോ? ജനിച്ചപ്പോ ഇത്രയും കളർ ഉണ്ടായിരുന്നു എനിക്ക് അറിഞ്ഞൂടാ. ഓർമ്മ വെച്ച ശേഷം ഇങ്ങനെയൊക്കെ തന്നെയാ. എന്റെ കൈ കണ്ടോ, കറുത്തിരിക്കുന്നേ. എനിക്കും ഇത്രയും വെളുപ്പ് വേണമായിരുന്നു. അമ്പിളിയാണോ അരുണിമയാണോ? അരുണിമ. അമ്പിളി എന്നെക്കാളും വെളുത്തിട്ടാ. ചേച്ചി, ഈ വെളുക്കാനുള്ള ക്രീമൊക്കെ ചുമ്മാ തല്ലേ ചേച്ചി? ചുമ്മാ നമ്മുടെ പൈസ പോകത്തേ ഉള്ളൂ അല്ലേ? അതൊക്കെ തേച്ച് നോക്കിയോ? ഓ, അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ലെന്നേ. അരുണിമ അത്രയ്ക്ക് കറുത്തിട്ടൊന്നും അല്ലല്ലോ. ആവശ്യത്തിനുള്ള കളറുണ്ട്. അല്ലെങ്കിലും കറുപ്പിന് 7 അഴകാന്നല്ലേ പറയുന്നേ? ചുമ്മാ കറുത്തവരെ പറ്റിക്കാൻ വേണ്ടി പറയുന്നതല്ലേ. കറുക്കാൻ വേണ്ടിട്ട് ഏതെങ്കിലും ക്രീം മാർക്കറ്റിൽ ഇറങ്ങിയിട്ടുണ്ടോ? കറുപ്പിന് 7 അഴകാണെങ്കിൽ അതിന്റെ ക്രീമും പൗഡറും ഒക്കെ കമ്പനികൾ ഉണ്ടാക്കി വിൽക്കുമായിരുന്നല്ലോ. നീ ആള് കൊള്ളാലോ. നിനക്കെന്നെ പേര് പോലും ചോദിക്കണ്ടേ? ഓ, എനിക്കറിയാം, ജാനിക്കുട്ടി ചേച്ചി. ഞങ്ങളെ ഇവിടെ ചേച്ചിയുടെ കാര്യം കൊറേ ഡിസ്കസ് ചെയ്തതാ. എന്നിട്ടാ ചേച്ചിയെ കൂട്ടിക്കൊണ്ട് വരാൻ വേണ്ടി അച്ഛൻ അങ്ങോട്ട് വന്നേ. ആ വിവരം അറിയോ? ഇല്ല, അറിയില്ല. എന്നോട് ചോദിക്ക്, ഞാൻ പറഞ്ഞു തരാമല്ലോ. ഇവിടത്തെ പിയാറോ ഞാനാ. ഇങ്ങോട്ട് വാ. എന്തിനാ അവിടെ നിൽക്കുന്നേ? അമ്പിളി അല്ലേ? ആ, അജയനിങ് വാ, മുന്നോട്ട് വാ. നീയല്ലേ ഞാൻ ഉറങ്ങിക്കിടന്നപ്പോ ഇങ്ങനെ കുനിഞ്ഞു നോക്കിയിട്ട് ഞാൻ കണ്ണു തുറന്നപ്പോ ഇറങ്ങി ഓടിക്കളഞ്ഞത് അല്ലേ? ഇവനാ ചേച്ചി, ഞങ്ങള് പറഞ്ഞതാ അടുത്തോട്ട് ചെല്ലണ്ടെന്ന്. നീ ഏത് ക്ലാസ്സിലാ? 5-ല്. നീയോ? ഞാൻ 9th-ലാ. ഞാൻ 8ാം ക്ലാസ്. ഇത് കണ്ടോ ചേച്ചി, എന്നെക്കാളും വെളുത്തിട്ടല്ലേ ഇവര് രണ്ടുപേരും. ഞാൻ മാത്രം എന്താ ഇങ്ങനെ? അച്ഛനും അമ്മയും കറുത്തിട്ടാണെങ്കിലും വേണ്ടില്ല, അവരും വെളുത്തിട്ടാ. എന്നിട്ട് ഞാൻ മാത്രം. ഞാൻ വെളുപ്പിച്ചു തരാം, പോരെ? ആ, അത് മതി. ഈ കുടുംബം വെളുപ്പിക്കുന്നാണോ അതോ എന്നെ മാത്രമാണോ? എന്ത് വർത്താനാടി നീ പറയുന്നേ? ഇവക്ക് നാക്കിന് എല്ലില്ല കേട്ടോ ചേച്ചി, സൂക്ഷിക്കണേ. അയ്യടാ, നമ്മുടെ നാക്കന്റെ എല്ലൊന്ന് കാണിച്ചേ. അമ്പിളി, എല്ലാരും ഇങ്ങോട്ട് വന്നേ. ചായ എടുത്തു വെച്ചു. അമ്പിളി, ജാനിക്കുട്ടിയും വിളിച്ചോണ്ട് വാ. വാ.